ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ UDF-ന്റെ കൺവീനർ ഉൾപ്പെടെ ബാക്കി ഞാൻ നമ്മുടെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കന്മാരും നമ്മുടെ ജില്ലയിൽ എല്ലാവരെയും വിശദമായി സ്വാഗതം ചെയ്തുകൊണ്ട് സമയം വൈകിയതുകൊണ്ട് വീണ്ടും പേരെടുത്തുള്ള ഒരു അഭിസംബോധനക്ക് പോകുന്നില്ല. ഞങ്ങൾക്ക് അതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചു നേരമായി അതുകൊണ്ട് ഹ്രസ്വമായ പ്രസംഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗമല്ല ഇനി ആവശ്യം ആക്ഷനാണ്. കാരണം സമയമില്ല. വിഷയങ്ങൾ കൊണ്ട് തീർത്തും അൺപോപ്പുലറായ ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് തടകുടഞ്ഞെണീറ്റാൽ മതി, ഗവൺമെന്റ് താഴെ കിടക്കും. യാതൊരു കാരണം ജനങ്ങൾ അത്രമാത്രം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെന്റിനെ 10 വർഷമായി ഇതിനെ സഹിക്കുന്നു. ഇനിയും ഞങ്ങൾ സഹിക്കേണ്ടി വരുമോ? ചോദ്യം വേറെ ആരോടുമല്ല, നമ്മളോടാണ്. യാതൊരു സംശയവും വേണ്ട. അതിനനുസരിച്ച് നമ്മൾ ഉണർന്നാൽ മതി. വിഷയങ്ങളെക്കുറിച്ച് വിശദമായി വിലയിരുത്തുന്ന ലീഡേഴ്സിനോട് പറയുന്നില്ലല്ലോ. അവിടെ അജയ് മോഹൻ പറഞ്ഞതുപോലെ ശബരിമല കത്തി നിൽക്കുകയാണ്. നാളെ നിയമസഭ ഉണ്ട്. നിയമസഭയിൽ തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരും. യാതൊരു സംശയവും വേണ്ട. കൊണ്ടുവരേണ്ട വിധത്തിൽ ഞങ്ങൾ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശാന്തമായ ചിന്തയൊക്കെ ശബരിമല എന്ന് പറഞ്ഞത് വളരെ കാലമായി ജാതിമത ചിന്തക്കും മറ്റ് രാഷ്ട്രീയ മുതലെടുപ്പിനും ഒന്നും ഇടം കൊടുക്കാതെ പവിത്രമായി നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നൊരു വിഷയം. നമ്മുടെ UDF-ന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ലീഗ് മന്ത്രിയാവും ചിലപ്പോ BJP കേരള കോൺഗ്രസിന്റെ മന്ത്രിയാവും ചിലപ്പോ ധനകാര്യം അല്ലെങ്കിൽ വാക്കുകളുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ മന്ത്രിയായിരിക്കും ദേവസ്വം. അതൊന്നും ഒരു പ്രശ്നമില്ല. ശബരിമലയ്ക്കുള്ള മണ്ഡലകാലം വന്ന റോഡ് നന്നാക്കണം. അതിനുവേണ്ടി പൊതുമരാമത്ത് മന്ത്രി മെനക്കെട്ടിറങ്ങും. കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ട മന്ത്രി ഇറങ്ങും. ആവശ്യമായ പണം അനുവദിക്കാൻ ധനകാര്യമന്ത്രി ഉണ്ടാവും. മുഖ്യമന്ത്രി എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു വിവാദമില്ലാതെ എല്ലാ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിന്റെ പ്രതീകമായി നമ്മൾ പവിത്രമായി അതിനെ കൊണ്ടു നടന്നു പോകുന്ന വഴി വിവിധ മതങ്ങളെ ഐക്യത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ആരാധനാ വശം അവർ പള്ളിയിലൊക്കെ പോയി പോകുന്ന കാര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കുണ്ട്. അവിടെ ചെന്ന് സന്നിധാനത്ത് ഒരു ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ എഴുതി വെച്ച ബോർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ കാലത്തും ആ രീതിയിൽ നമ്മൾ കണ്ടുപോകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ഉപയോഗിക്കണം. അവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്ന ശ്രമം. അത് മാത്രമാണോ ഇപ്പോ ഇവിടെ അധ്യക്ഷൻ മാധ്യമം പറഞ്ഞതുപോലെ എന്തൊരു കാര്യമാണ് നടക്കുന്നത്. സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചതായി. ഉത്തരവാദി ആരാണ് എന്നുള്ളത് 2019 ശേഷമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടത്തുമ്പോൾ നിഷ്പക്ഷമായി UDF പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തട്ടിക്കൂട്ടി അന്വേഷണം കൊണ്ട് കാര്യമില്ല. കോളേജിലൊക്കെ വിശ്വാസികളുടെ മനസ്സിന് ഏറ്റ ആ വ്രണം, ആ മുറിവ് നികത്താൻ വേണ്ടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തി അതിന്റെ പവിത്രത സംരക്ഷിക്കട്ടെ. കാരണം അതുപോലെ തന്നെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ പറഞ്ഞത്. ശ്രീ കെ കരുണാകരന്റെ കാലത്തുണ്ട്. അദ്ദേഹത്തെക്കാളും വലിയ ഒരു ഗുരുവായൂർ ഭക്തൻ. ആർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഓരോ കാലത്തും ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോ
അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. സംഗമം കൊണ്ടൊന്നും അതിൽ നിന്ന് കരകയറില്ല. ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതുപോലെ 100 ഇഷ്യൂസ് കിടക്കുകയാണ്, 100 വിഷയങ്ങൾ കിടക്കുകയാണ്. അത് നമ്മൾ ഏറ്റെടുത്താൽ മതി. യുഡിഎഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ക്യാമ്പയിൻ അടുത്തെന്ന് പറയാം. 10-ാം തീയതി 13-ാം തീയതി കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തീർച്ചയായും പഞ്ചായത്ത് തലത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഈ കൊടിയ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ചാ വിഷയമാക്കണം, ക്യാമ്പയിനാക്കണം. ക്യാമ്പയിനായി യുഡിഎഫ് അതിശക്തമായി തീർപ്പതികരിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പഞ്ചായത്തുകളുടെ പ്രവർത്തനം നിശ്ചലാക്കില്ല. യുഡിഎഫ് കൺവീനർ ഇവിടെ ഉണ്ട്. കോഴിക്കോട് കൺവെൻഷനിലൊക്കെ നമ്മൾ അജണ്ടായി വെച്ച കാര്യം ഇത് തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണങ്ങൾ ഉദ്ദേശിച്ചെന്തോ അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പഞ്ചായത്തുകളെ മുഴുവൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ നോക്കൂട്ടിയാക്കി ഫണ്ട് കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒന്നിനും പണമില്ല. പക്ഷേ ആവശ്യമുള്ളതൊന്നും കാണില്ല. ആവശ്യമില്ലാത്തതിനൊക്കെ പണം. നിയമസഭയിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ മറുപടി പറയാനവർക്ക് കഴിയുന്നില്ല. ആവശ്യമില്ലാത്തതിനൊക്കെ കാശുണ്ട്. ഇവന്റ്സ്, അതുപോലെയുള്ള മേളകൾ, സഭകൾ, അതുപോലെ ആവശ്യമില്ലാത്തവർക്ക് മുഴുവൻ കോൺട്രാക്ട് എംപ്ലോയീസ്. എന്നാൽ ജനങ്ങളുടെ മൌലികമായ പ്രശ്നമാണ് പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്തു. അവർക്ക് പണം കൊടുക്കാതെ ജനിച്ചു കൊന്നു. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലെല്ലാം വെച്ചു കൊടുക്കും. ആസ്വാദനം കൊടുക്കില്ല. അതെങ്ങനെ നടക്കും? ഇപ്പോൾ നടക്കുന്ന ആഘോഷങ്ങൾ പോലും പഞ്ചായത്തുകളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്ത് പോവുക എന്നല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഈ ഗവൺമെന്റിന് കമ്മിറ്റ്മെന്റ് ഇല്ല. ഓരോന്നാണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയവും ടച്ച് ചെയ്യുന്നില്ല. ഇവിടെ ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ആ ബാക്കി കാര്യമൊക്കെ മുഖ്യ പ്രഭാഷണം എത്താൻ വേണ്ടി ഇവിടെ പ്രകാശുണ്ട്. അതുപോലെ എല്ലാവരും കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാസം മാത്രമാണ് നോട്ടിഫിക്കേഷന് മുമ്പ് നമുക്ക് കിട്ടുന്നത്. ജനജീവിതത്തെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച വിലക്കയറ്റം, അതുപോലെയുള്ള ജനജീവിതം, ഇത് ഒന്നിനും കാശ് കിട്ടാത്തതുകൊണ്ട് എല്ലാ മേഖലകളും, ആശുപത്രികളും ഞങ്ങൾ നിയമസഭയിലൊക്കെ ഉന്നയിക്കുന്നത് കാണുന്നുണ്ടല്ലോ, മറുപടി ഉണ്ടോ? വെറുതെ മരുന്ന് കമ്പനികൾക്ക് മുഴുവൻ പണം കൊടുക്കാനുണ്ട്. പണം കൊടുക്കില്ല. പണം കൊടുക്കാൻ ഉപകരണങ്ങളുടെ മുഴുവൻ പണം കൊടുക്കാത്ത ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് എവിടെയും മരുന്നില്ല. പനി നൂല് വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ ദുരിതം സർക്കാർ ആശുപത്രികൾ മുഴുവൻ അതിഭയങ്കരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ രംഗവും ആരോപിച്ച് കിടക്കുകയാണ്. ആവശ്യമില്ല, കാശ് കൊടുക്കൂല, ഇതൊക്കെ ക്യാമ്പയിൻ ആക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗാണ് ഇതിലൂടെ നടത്തുന്നത്. നമ്മൾ ജനങ്ങളിലേക്ക് പോകണം. ജനങ്ങളിലേക്ക് പോയി ഈ നിരുത്തരവാദപരമായ സമീപനം കേരളത്തിൽ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായി തീർച്ചയായും ഒരു സംശയം വേണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഇനി ഒരു ഭരണമാറ്റം ഉണ്ടായില്ല എങ്കിൽ ഈ സംസ്ഥാനം പണ്ട് കൈവരിച്ചിട്ടുള്ള ആരോഗ്യത്തിൽ ഒന്നാമത്, വിദ്യാഭ്യാസത്തിൽ ഒന്നാമത്, സാക്ഷരതയിൽ ഒന്നാമത്, ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാമത്, ഇതൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റല്ലേ ഏറ്റവും അവസാനത്തെ ഗവൺമെന്റ്. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലാവധി തീരുമ്പോൾ ലോകം മുഴുവൻ പ്രസക്തമായ കാര്യമാണ്. കേരളം ഇതൊക്കെ ഒന്നാമതാണ്. ഏതെങ്കിലും ഒരാൾ ഇവിടെ വന്നിട്ട് കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ 10 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ച കാര്യമായിട്ടാണ് അവർ ക്യാമ്പയിൻ ചെയ്തത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞു 91 മന്ത്രിസഭയുടെ കാര്യത്തിൽ ഞാൻ ലോകം മുഴുവൻ നടന്ന് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പോഴാണോ? ഇപ്പൊ അവർ കമ്പയർ ചെയ്യുന്നത് തമിഴ്നാടിനോടല്ല, കർണാടകനോടല്ല, യുപിയോടാണ്. അത് തന്നെയാണ് നമ്മുടെ നിലവാര തകർച്ച കാണിക്കുന്നത്. തമിഴ്നാട് നമ്മൾ എത്രയോ മുമ്പിലെത്തി വളർച്ചാ നിരക്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടിയുറച്ച കോൺഫിഡൻസോടുകൂടി ക്യാമ്പയിൻ ചെയ്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കണം. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കണം. മലപ്പുറം ജില്ല യുഡിഎഫ് സംസ്ഥാന തലത്തിലൊക്കെ പറയുമ്പോൾ ഈ തവണ പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ സീറ്റ് ഇടതുപക്ഷത്തിന് അസംബ്ലിയിൽ ഇവിടെ കിട്ടൂല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടാൻ സാധ്യതയില്ല.
കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കറിയാലോ, സർവകാല റെക്കോർഡാണ്. ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോരായ്മ കൊണ്ടൊന്നും സംഭവിക്കരുത്, നിങ്ങൾ വർക്കുമായി കടപുടി എണീക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കൺവെൻഷൻ ഇവിടെ തുടക്കം കുറിച്ചതായി ഞാൻ നിർത്തുന്നു. ജയ